നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7ന്റെ സാറ്റർഡേ ആൻഡ് സൺഡേ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ലോങ് റിവ്യൂ ഒന്നും അല്ല, കുറച്ച് ഷോർട്ടാക്കി തന്നെ നിങ്ങൾക്ക് വേണ്ടി പറയാം. ഭയങ്കര സംഭവബഹുലമായ ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. 2 പേർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ്. അത് ഷാരികയും സരികയുമാണ്. വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള എവിക്ഷൻ ഒന്നും അല്ല ഇത്. കാരണം അവർക്ക് ഒരു ഗെയിം പ്ലാനും ഇല്ലാതെയാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അത് പലപ്പോഴായി നമ്മൾ തന്നെ പറഞ്ഞിരുന്നു. ഷാരികയും സരികയും ആയിരുന്നു കഴിഞ്ഞ തവണ ബിൻസി ഔട്ട് ആവേണ്ടതിന് പകരം ഔട്ട് ആവേണ്ടിരുന്നതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അല്ലേ. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആൾക്കാരുടെ ഹൈജീനിനെ പറ്റി കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തിയിരുന്നു ഇതിലല്ലേ. അപ്പോൾ മോഹൻലാൽ സാർ തന്നെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വന്ന് എല്ലാം പരിശോധിക്കുന്നത് നമ്മൾ കണ്ടു. ആൾക്കാരുടെ ബെഡ്, കഴിച്ച പാത്രങ്ങൾ എല്ലാം അവിടെ ഇവിടെയായി കിടക്കുന്നതും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ സാർ ചോദിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയ ഒരാൾ ആര്യനായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആര്യൻ കത്തി എടുത്തിട്ട് താടി വെട്ടുന്നതും ചെല്ലുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ആര്യൻ്റെ ബെഡ് ഒട്ടും വൃത്തിയല്ലായിരുന്നു, അടുക്കി പറിക്കുക. അതായത് ഒരാൾ എണീറ്റ് പോയി കഴിയുമ്പോൾ അവരുടെ ബെഡ് നല്ല വൃത്തിയായിട്ട് ഇടണം എന്നുള്ളത് നമ്മളെയൊക്കെ ചെറുപ്പം മുതൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആര്യൻ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ആര്യന് നല്ല വഴക്ക് കിട്ടി. ഒപ്പം തന്നെ തല മുട്ടയടിക്കേണ്ട ടാസ്കിൽ ആര്യൻ അവിടെ ഭയങ്കര വികാര നിർഭരനായിട്ട് എനിക്ക് പറ്റില്ല, എൻ്റെ ഫാമിലിയിൽ ഒരാൾ മരിച്ചാൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഏകദേശം 1000 പോയിന്റാണ് അവിടെ ആര്യൻ മിസ്സാക്കിയത്. ആര്യൻ ആ ടാസ്ക് എടുത്ത് ചെയ്തിരുന്നെങ്കിൽ 1000 പോയിന്റ് അവിടെ അവർക്ക് കിട്ടിയേനെ, ധൈര്യമായി കിട്ടിയേനെ. ഇതൊരു ഗെയിം ആണെന്നുള്ളത് പലപ്പോഴും ആര്യൻ മറന്നുപോയി. ആര്യൻ സ്വയം വിശേഷിക്കുന്ന പോലെ താനൊരു രൺബീർ കപൂർ ആയതുകൊണ്ടായിരിക്കാം, നമുക്കറിയില്ല. അപ്പം എന്തായാലും നല്ലതുപോലെ മോഹൻലാൽ സാർ ആര്യനെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്തുകൊണ്ടാണ് ടീം മെമ്പേഴ്സ് പലപ്പോഴും ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ല ജിസൈലിനുള്ള ക്വാളിറ്റി എന്താണെന്നുള്ള ഡിസ്കഷൻസ് ഒക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് മിസ്സായതിന് മോഹൻലാൽ സാർ അവരെ ശകാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സങ്കടം പറയുമ്പോൾ അല്ല അവരുടെ കാര്യം പറയുമ്പോൾ ഇരുന്ന് ചിരിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടൊരു ക്വാളിറ്റിയാണ്. അവിടെ എനിക്ക് തോന്നുന്നു ശൈത്യ അവരുടെ സ്റ്റോറി പറയുന്ന സമയത്ത്, അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസസ് പറയുന്ന സമയത്ത് ആരും അവിടെ ഇരുന്ന് ചിരിക്കുവാണ്. എന്തിനാണ് ഒരാൾ അവരുടെ വിഷമം പറയുമ്പോൾ ചിരിക്കുന്നത്? അതും ആ ഹൗസിലെ ക്യാപ്റ്റനായ ആര്യൻ ചിരിച്ചത് അങ്ങേയറ്റം മോശമാണ്. അതിൻ്റെ പേരിൽ ഷാനവാസും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ആര്യൻ്റെ നേരെ ദേഷ്യപ്പെടുന്നതും അതുപോലെ തന്നെ അവിടെ ഭയങ്കര വലിയൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായി. എല്ലാ ആൾക്കാരും, ഒരാളല്ല എല്ലാവരും ആര്യനെതിരെ നിന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തിനാണ് ചിരിച്ചത്? അപ്പോൾ ആര്യനെ എല്ലാവരും കൂടി വഴക്ക് പറയുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇന്നലത്തെ ദിവസത്തെ നടന്ന ഒരു ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പം വിശേഷങ്ങളെല്ലാം അന്വേഷിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു അതിൽ 100 അധികം കമ്പനി വേണ്ടാന്ന്. അത് ശരിക്കും ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കാരണം എന്താ, അവർ LGBTQIA+ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായതുകൊണ്ടാണോ? പ്രണയത്തിന് അങ്ങനെ ജെൻഡർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരാരെ ശല്യം ചെയ്യാൻ വരുന്നില്ല. ഈ പറയുന്ന ആരുടെയും അടുത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല, അവരവരുടെ കാര്യം നോക്കി മുന്നോട്ടേക്ക് പോവാണ്. അപ്പോൾ അവിടെ വന്നിട്ട് അവരെ പേഴ്സണലി ഇങ്ങനെ പറയുന്നത് ശരിയായിട്ട് തോന്നില്ല. നമ്മുടെ സമൂഹം ഇനി ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. വേറൊരാളുടെ ലൈഫിൽ കയറി അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അവരെ അവരുടെ ജെൻഡർ, കളർ, റേസ് പോലുള്ള കാര്യങ്ങൾ വെച്ച് ഇത് ജഡ്ജ് ചെയ്യേണ്ടത് അത് 19 നൂറ്റാണ്ട് 18 നൂറ്റാണ്ടിലൊക്കെ നടക്കുന്ന നോക്കി. പക്ഷെ ഇവിടെ ഈ ഒരു സമയത്ത് ഇത്രയും മോഡേൺ ടെക്നോളജീസ് അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞതും അത് പോട്ടെ, അവർ അക്ബറിനോട് പറഞ്ഞത് പറഞ്ഞു. അക്ബർ അതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. കാരണം അതിലെ മുറാദ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നത് നമ്മൾ കണ്ടു. അവർക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഹേർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ പേരൻസ് ഞങ്ങളോടില്ലാത്ത കൺസേൺ ആണോ ബാക്കിയുള്ള സമൂഹത്തിന് അവരോടുള്ളതെന്ന്. ശരിക്കും അങ്ങനെയല്ല. അവരെ മനസ്സിലാക്കുന്ന ഒരുപറ്റം ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഇന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അവരെ സപ്പോർട്ട് ആ ജനങ്ങൾ ചെയ്യും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പം നമ്മൾ ആരെയും അവരുടെ ജെൻഡർ, റേസ്, അതുപോലെ അവരുടെ സെക്ഷുവാലിറ്റി, അവരുടെ ജാതി, മതം ഒന്നും വെച്ച് ഒരിക്കലും ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല. അവരുടെ ബിഹേവിയർ ഓക്കെ, പക്ഷെ ബാക്കിയുള്ളതൊന്നും ഒരാളെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു മെഷർ മീറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ശരിക്കും ഇത്രയായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസം നടന്ന മെയിൻ സംഭവബഹുലമായ കാര്യങ്ങൾ. ഒപ്പം തന്നെ ആര്യന് കിട്ടിയൊരു 7ന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനെ ഡയറക്റ്റ് ബിഗ് ബോസ് അടുത്ത എലിമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആര്യൻ്റെ ഈ പറയുന്ന നോമിനേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം. സോ കം ബാക്ക് ടു ദ ക്രിയേറ്റീവ് ബെഞ്ച് ഫോർ മോർ അപ്ഡേറ്റ്സ്.